5 വർഷത്തെ ഭരണചക്രത്തിന് വിരാമമിട്ടുകൊണ്ട് ബി.ജെ.പിയുടെ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ് പ്രമീള ശശിധരൻ എന്ന പാലക്കാട് കൗൺസിലർ. ഒരുപാട് വിവാദങ്ങൾക്ക് പാലക്കാട് പ്രമീള സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവസാനം ഇറങ്ങുന്ന വേളയിലും അവർ ഒരു വിവാദത്തിന് തിരികൊളുത്തി തന്നെയാണ് ഇറങ്ങുന്നത്. സി കൃഷ്ണകുമാർ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പട്ടികയിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും വളരെ വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമീള ഇറങ്ങുന്നത്. അത്തരക്കാരുടെ സ്വന്തക്കാർ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ഞാൻ കഴിഞ്ഞ 2 തവണ ജയിച്ച വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കാര്യം ഇന്നലെ വൈകിട്ടാണ് താൻ അറിഞ്ഞതെന്നും ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് പോലും പറയാൻ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. താൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിന്റെ കുത്തക സീറ്റ് പിടിച്ചുകൊണ്ട് പ്രമീള ശശിധരൻ പാലക്കാട് തുടങ്ങിയ തുടക്കം ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാക്കി. അത് കോർപ്പറേഷൻ ഭരണം കിട്ടുന്നതിൽ വരെ എത്തി നിന്നു. സി കൃഷ്ണകുമാർ വിഭാഗത്തിന്റെ ഒരു മേൽക്കോയ്മ തന്നെയാണ് അവരിപ്പോൾ ഇറങ്ങാനുള്ള കാരണം. മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ നിർത്തിയ സമയത്ത് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചതും ഇവർ തന്നെയാണ്. മാത്രവുമല്ല, ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ പാർട്ടി അവരെ ചോദ്യം ചെയ്തതിനുള്ള മറുപടിയും അവർ ഈ ഇറങ്ങുന്ന വേളയിൽ തരുന്നുണ്ട്. തന്നെ വിളിച്ച പരിപാടിയിൽ കക്ഷി രാഷ്ട്രീയം മറന്നുപോയതാണ്. തെറ്റ് ആര് ചെയ്തു എന്നും എന്തിന് ചെയ്തു എന്ന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ സി കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് അവർ സ്ഥാനാർത്ഥിയിൽ നിന്നും പിന്മാറി നിൽക്കുന്നത്. അവരെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാതിരിക്കില്ല എന്നും ഈ നിമിഷത്തിൽ പറയാനാകില്ല. കാരണം ഈ അടുത്ത കാലത്ത് അവരെടുക്കുന്ന നിലപാടെല്ലാം കോൺഗ്രസ് ചായവുള്ളതായിരുന്നു. എന്തായാലും പ്രമീള ശശിധരൻ ഒരു മാലപ്പടക്കത്തിന് തിരികൊടുത്ത് തന്നെയാണ് ഇറങ്ങുന്നത്. അവരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷത്തിന്റെ അവർക്ക് കൂടുതൽ സീറ്റ് നൽകി എന്നുള്ളത് അതെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എനിക്കുണ്ട്. അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ 13-ലും 14-ലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണി വരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡലപൂജയുടെ ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇല്ല, സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നലെ 3 മണി വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. അവരെന്നെ കാണാൻ വന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. ഔദ്യോഗിക പക്ഷം കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ചേച്ചി അല്ലേ? പ്രത്യേകിച്ച് അവസാന സമയത്ത് ചേച്ചിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അത് സംസ്ഥാന നേതൃത്വത്തോട് ചേച്ചിയെ കുറിച്ച് പരാതി പറഞ്ഞു. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ സംസ്ഥാന നേതൃത്വത്തിനെ നേരിട്ട് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതൊരു MLA പരിപാടിയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ നഗരസഭയുടെ റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമാണ് ചെയർപേഴ്സൺ കാണുന്നത്. അത്രേ ഉള്ളൂ. ഞാനൊരു നഗരസഭ അധ്യക്ഷയാണ്. എനിക്ക് അവിടെ വികസനം എവിടെ വരണോ എന്ത് വരണമെന്നില്ല. ആ വികസന പദ്ധതിയിൽ ഞാനിങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നുള്ള ഇതിലാണ് ഞാൻ പങ്കെടുത്തത്. അതിൽ ഞാൻ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആയുധമായിട്ട് ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കതറിയില്ല, അത് ശിവരാജേട്ടനോട്. ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് അങ്ങനെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച ഒരാളാണ് പ്രിയ അജയൻ. അതെനിക്കറിയില്ല. അത് പ്രിയ അജയനോട് ചോദിച്ചാൽ അതിന്റെ വിവരം അറിയാം. എനിക്ക് അവരെ കുറിച്ച് പറയില്ല. എനിക്ക് എന്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാൻ പറയാം. എനിക്ക് വേറൊരു വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. നഗരസഭയിലേക്കുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ജീവിതം ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഇനി മത്സരിക്കുന്നില്ല സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചത് ഈ കൃഷ്ണകുമാർ പക്ഷത്തിൽ നിന്നുള്ള അല്ല. എനിക്ക് പ്രായമായി. കാരണം 25 വർഷം യുവാക്കളാണ് പാലക്കാട് ബി.ജെ.പി. ഭരിക്കുന്ന ഒരു നഗരസഭയിൽ വരേണ്ടത്. അവർക്കാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആരോടുമുള്ള ദേഷ്യം കൊണ്ടല്ല. 25 വർഷം ഞാൻ വളരെ വ്യക്തമായിട്ട് പാലക്കാട് നഗര ജനതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളൊരു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി പാർട്ടി പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കണമെന്നുള്ളത് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ തീർച്ചയായിട്ടും അല്ല എനിക്കും കൂടെ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും കാലം 10 വർഷം പാലക്കാട് നഗര ജനത ബി.ജെ.പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ബഹുഭൂരിപക്ഷത്തോടെ 3-2 ഭൂരിപക്ഷത്തോടുകൂടെ ബി.ജെ.പി. ഭരിക്കാനുള്ള അവസരം പാലക്കാട് ജനത തരും എന്നുള്ള ഉറപ്പുണ്ട്. പാർട്ടി പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ കൃഷ്ണകുമാർ പക്ഷത്തിന്റെ നീക്കമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഏകപക്ഷമായ സ്ഥാനാർത്ഥികളെല്ലാം വെട്ടിനിർത്തി സ്വന്തം താല്പര്യമുള്ള ആളുകളെയാണ്
സ്ഥാനാർത്ഥികളാക്കിയെന്ന് പറയുന്നു. അത് പൂർണ്ണമായിട്ടും അല്ല, അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ സ്ഥാനാർത്ഥികൾ ആരായാലും എനിക്ക് അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ മനസ്സിലാക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി വിജയിക്കുക എന്നുള്ളതിനപ്പുറം ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതെനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെയൊന്നും അഗാധമായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ 10 വർഷം പാലക്കാട് നഗര ജനത BJPക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ BJPയെ ബഹുഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.